നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ എണ്ണ നയതന്ത്രം കണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുകയാണ് ലോകം. എല്ലാറ്റിനും ഒടുവിലിത ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പൽ മംഗളൂരുവിലേക്ക്. 2019 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് LPG വാങ്ങുന്നത്. ഇറാനിൽ നിന്ന് LPG വഹിച്ചുകൊണ്ടുള്ള അറോറ എന്ന കപ്പൽ ഉടൻ തന്നെ മംഗളൂരു തുറമുഖത്ത് എത്തിച്ചേരും. 2019 അമേരിക്കൻ സമ്മർദ്ദങ്ങളെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ നിർത്തിവച്ചിരുന്നു. പിന്നീട് അമേരിക്കൻ ഉപരോധം നീണ്ടുനിന്നതോടെ ഇറാനിൽ നിന്ന് എണ്ണയോ LPGയോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിവിശേഷവുമുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായി ഊർജ ദുരന്തമുണ്ടാകുമെന്ന് ഭയന്ന അമേരിക്ക ഇക്കഴിഞ്ഞ ദിവസം ഉപരോധങ്ങളിൽ താൽക്കാലികമായി ഇളവ് നൽകി. ഇറാൻ ആദ്യം വിൽപ്പന കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയുമായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് LPG ഇന്ത്യയിലേക്ക്. ഇറാനിൽ നിന്നുള്ള ഈ LPG കാർഗോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പൊതുമേഖലാ കമ്പനികൾ പങ്കിട്ടെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു വ്യാപാരി വഴിയാണ് കച്ചവടം ഉറപ്പിച്ചതെന്നും രൂപയിൽ തന്നെ പണം നൽകാൻ കഴിയുമെന്നും ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ പറയുന്നു. ഇറാനിൽ നിന്ന് കൂടുതൽ LPG വാങ്ങാനുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ ഇന്ത്യ തുടങ്ങി. മറ്റൊരു അത്ഭുതം ഇപ്പോൾ നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. അവിടെ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ എണ്ണക്കപ്പലുകളായ ശിവാലിക്, നന്ദാദേവി, പൈൻ ഗ്യാസ്, ജഗ്വസന്ത് എന്നീ 4 LPG ടാങ്കറുകൾ ഇന്ത്യ പതുക്കെ പുറത്തെത്തിക്കുന്നു. ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ പാചകവാതക പ്രതിസന്ധിയാണ് ഇന്ത്യ നേരിടുന്നത്. എന്നാൽ ഇന്ത്യ നയതന്ത്രത്തിലൂടെ ഈ പാചകവാതക പ്രതിസന്ധിയെ അതിജീവിക്കുന്ന അത്ഭുത കാഴ്ചയും നമുക്ക് മുന്നിൽ. ലോകത്തിലെ 2ാമത്തെ വലിയ LPG ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. തങ്ങളുടെ ആവശ്യത്തിൻ്റെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്ത്രപരമായ ഇന്ത്യയുടെ നീക്കവും. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ വലിയ ആശങ്കയാണ് LPG ഷോർട്ടേജിൽ ഇന്ത്യയിൽ പടർന്നത്. ഇന്ത്യയിലെ LPG പ്രതിസന്ധിക്ക് പരിഹാരവുമായി അർജന്റീനയിൽ നിന്ന് മറ്റൊരു സഹായം. അർജന്റീനയിലെ ബഹിയ ബ്ലാങ്ക തുറമുഖത്ത് നിന്ന് ഇതിനകം 39,000 ടൺ LPG ഇന്ത്യൻ തീരത്ത് എത്തിക്കഴിഞ്ഞു. ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്താണ് കപ്പലെത്തിയത്. മാർച്ച് 5-ന് 11,000 ടൺ LPG കൂടി ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അർജന്റീന വ്യക്തമാക്കി. അതും ഈ മാസത്തോടെ ഇന്ത്യയിലെത്തും. അർജന്റീനയിൽ നിന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തേക്കുള്ള 20,000 കിലോമീറ്ററോളം ദൂരം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലും ഈ സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇന്ത്യ പര്യാപ്തമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നു. വിതരണത്തിന് കൂടുതൽ സമയമെടുക്കും. നീണ്ട യാത്രയായതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വിതരണത്തെ ബാധിക്കും. എങ്കിലും സംഘർഷഭരിതമായ ഇത്തരം കാലാവസ്ഥയിൽ പ്രശ്നങ്ങൾ നേരിടാതെ വഴിയില്ലല്ലോ എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. 2026 ആദ്യപാദത്തിൽ അർജന്റീന 50,000 ടൺ LPG ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 2025 ആകെ കയറ്റുമതി ചെയ്ത 22,000 ടണ്ണിനേക്കാൾ എത്രയോ വലുത്. ഊർജ പ്രതിസന്ധിയിൽ ഒരു മേഖലയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് സഹായകരമാകുന്നത്. പരമ്പരാഗത വിതരണ മാർഗങ്ങളെ മാത്രം അവലംബിച്ചു നിന്നാൽ പ്രതിസന്ധികളിൽ തളർന്നു വീഴുമെന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നുവെങ്കിലും രാജ്യത്ത് ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കിയെന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഏതെങ്കിലും തലത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നില്ല. ഇന്ധനക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പ് നൽകി. ഇന്ധന ലഭ്യതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. മേഖലകളിൽ അസ്ഥിരതയുണ്ടായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും LPGയുടെയും ആവശ്യാനുസരണമുള്ള വിതരണം എങ്കിലും തുടരുന്നു. ഇന്ധനം വഹിച്ചുകൊണ്ട് കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോൾ മറ്റു ചില സുപ്രധാന നീക്കങ്ങൾ ഇന്ത്യ നടത്തി. ഇന്ത്യ അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടത്താം എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചിടരുതെന്നും എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കങ്ങൾക്കുള്ള അവസരമൊരുക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമുസിൽ കൂടി കടന്നുപോകാം എന്നാണ് അറിയിപ്പ് വന്നത്.
ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ രാജ്യത്തെത്തിക്കാൻ അടിയന്തര നീക്കം ഇതിനിടയിൽ ഇന്ത്യ തുടങ്ങി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടെ നാട്ടിലെത്തിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയ്ക്കാണ് ഇന്ത്യ തുടക്കമിട്ടത്. ഇന്ത്യൻ നാവികസേനയുടെ 5-ലേറെ കപ്പലുകൾ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. LPG, LNG, ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയുമായി നിലവിൽ 20 കപ്പലുകളാണ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവയെ രാജ്യത്തെത്തിക്കുകയാണ് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നേരത്തെ 2 ഇന്ധന ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിരുന്നു. ഇന്ത്യൻ നാവികസേന ആ കപ്പലുകൾക്ക് അകമ്പടിയും നൽകി. 92,000 ടൺ LPG ആണ് ഈ കപ്പലുകളിൽ ഉള്ളത്. ഇവ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെത്തും. US ഇന്റലിജൻസ് നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ പലയിടങ്ങളിലായി ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ കപ്പലുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കുമെന്നാണ് US മുന്നറിയിപ്പ്. എന്നാൽ സുരക്ഷിത പാത തങ്ങൾ കാട്ടിത്തരാം എന്ന് ഇറാൻ ഇന്ത്യയെ അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 5 സുഹൃത്ത് രാജ്യങ്ങളുടെ പട്ടികയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെ അവർക്ക് യഥേഷ്ടം യാത്ര ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പല കപ്പലുടമകളും ഈ കപ്പലുടമകളുടെ ഉടമസ്ഥതയിലുള്ള രാജ്യങ്ങളുമൊക്കെ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. സൗഹൃദപരമായി ഞങ്ങൾ കരുതുന്ന ഈ രാജ്യങ്ങളിൽ ചിലതിന് നമ്മുടെ സായുധ സേന സുരക്ഷിതമായ പാത നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞു. ഏതാനും രാത്രികൾക്ക് മുൻപ് ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾ യഥേഷ്ടം കടന്നുപോയി. 8-കാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനിടയിൽ പാകിസ്ഥാൻ രംഗത്തെത്തി. ഇപ്പോഴിതാ വലിയ പരിഹാസത്തിനാണ് അവർ പാത്രമായിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തങ്ങൾ തുടക്കമിട്ടുവെന്നൊക്കെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയ്ക്കും ഇറാനും ചർച്ചകൾ നടത്താനുള്ള വേദി തുറക്കുമെന്നും പാകിസ്ഥാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. പാകിസ്ഥാനെ ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് US പ്രതികരിച്ചത്. പാകിസ്ഥാന് മധ്യസ്ഥ ചർച്ചകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പരിഹസിച്ച് കളത്തിലിറങ്ങിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിൽ ഇന്ത്യ വിമർശിച്ചു, പരിഹസിച്ച് പണ്ടാരമടക്കി. പാകിസ്ഥാനെ പോലെ ഒരു ദല്ലാൾ രാജ്യമായി ഇന്ത്യ പ്രവർത്തിക്കില്ല എന്നാണ് S ജയശങ്കർ പറഞ്ഞത്. ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്തെത്തി. എന്നാൽ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ പോലൊരു മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിക്കില്ല. പാകിസ്ഥാനെ പോലൊരു ഇടനിലക്കാരനായോ ദല്ലാൾ രാജ്യമായോ ഇന്ത്യക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യവുമില്ല. പാകിസ്ഥാനും US തമ്മിലുള്ള ഉഭയകക്ഷി താൽപ്പര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ. നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ US-നും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാം എന്ന പാകിസ്ഥാന്റെ വാഗ്ദാനം US തള്ളിയതിന് പിന്നാലെയാണ് ഇന്ത്യ രൂക്ഷമായി പരിഹസിച്ചത്. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 4,25,000 ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി എത്തിക്കാനുള്ള നടപടികളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തുടരുന്ന മറ്റ് ഇന്ത്യക്കാരുടെ താൽപ്പര്യങ്ങളും ഇന്ത്യക്ക് സംരക്ഷിക്കാനുണ്ട്. നയതന്ത്ര രംഗത്ത് ഇന്ത്യ തിളങ്ങുന്ന കാഴ്ചയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. മറുവശത്ത് ഇന്ത്യ അനുഭവിക്കുന്ന LPG ക്ഷാമത്തിന് ഉടനടി ഒരു പരിഹാരമുണ്ടാകും എന്ന ആശ്വാസ വാർത്തയും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.